വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ള വിഷയമാകുന്നു. അതിനാധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദത്തമാണിത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ കർത്താവ് മനസ്സലിവുള്ളവനായി മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും കർത്താവ് സദാ സന്നദ്ധനായിരുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മനസ്സലിവ് എന്നുള്ളത് കർത്താവിൻ്റെ ഒരു ഘടകം തന്നെയായിരുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും അപ്രകാരം തന്നെയായിരുന്നു. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി ലോകത്തിലേക്ക് അയക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷാവേള പോലല്ല എന്ന് കർത്താവിന് നന്നായി അറിയാവുന്നതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് 3 വാഗ്ദത്തങ്ങൾ നൽകി കൊടുത്തു. ഒന്നാമതായി കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലും വലിയ പ്രവൃത്തി ചെയ്യും എന്നുള്ളതാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. രണ്ടാമതായി തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത വാഗ്ദത്തം, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും എന്നുള്ളതാകുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നാം എന്ത് അപേക്ഷിച്ചാലും കർത്താവ് നമുക്കത് നൽകി തരുവാനിടയായിത്തീരും. അതിൻ്റെ അർത്ഥം നാം ചോദിക്കുന്നതെല്ലാം കർത്താവ് തരുമെന്നല്ല. കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള അപേക്ഷ നാം യാചിച്ചാൽ കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായിത്തീരും. അവൻ്റെ ഹിതം നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുവചനത്തിൽ കർത്താവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ എന്ന്. രണ്ടാമതായി കർത്താവ് പറയുന്നു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്ന്. നാം തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുവാൻ ഇടയായിത്തീരരുത്. നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി നാം അവരെ സ്നേഹിക്കണം. ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നാം അത് അവരോട് ചോദിച്ച് അത് പരിഹരിച്ച് അത് മറ്റുള്ളവരോട് പറയാതെ അവരെ താങ്ങി അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് അവരെ വിശ്വാസത്തിൻ്റെ പാതയിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീരണം. അങ്ങനെ നാം തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. രണ്ടാമത്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിച്ചാൽ കർത്താവ് നമുക്ക് എല്ലാം നൽകിത്തരും. അതോടുകൂടെ സകലതും ദൈവം നമുക്ക് നൽകി തരുവാൻ ഇടയായിത്തീരും. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നവനും കണ്ണുനീരൊപ്പുന്നവനുമായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവായി നമ്മോടുകൂടെ അവൻ ഈ ലോകത്തിൽ ജീവിച്ച ദൈവമാകുന്നു. അതുപോലെ കർത്താവിൻ്റെ അതേ അനുരൂപമായി നമ്മൾ കർത്താവ് ചെയ്ത പ്രവൃത്തി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി നാം തീരണം. മൂന്നാമതായി കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമാകുന്നു, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും എന്നുള്ളത്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. തെറ്റേത് ശരിയേതെന്ന് കാണിച്ചു തന്ന് നാം നടക്കേണ്ടുന്ന പാത പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങി പോകുന്ന അനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ കൂടെ നമ്മുടെ ജീവിതമാകുന്ന പടക് മുന്നോട്ട് കടന്നു പോകുമ്പോൾ അനവധി സന്ദർഭങ്ങളിൽ നാം തട്ടി വീണു പോകും, നമ്മുടെ പടക് ഉടഞ്ഞു പോകും, ഇപ്പോൾ നാം അവസാനിക്കും എന്ന് നമുക്ക് തോന്നിയ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? അപ്പോഴെല്ലാം കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തിയ വിധങ്ങളെ നമ്മൾ ഓർക്കാറില്ലേ? കർത്താവ് നമ്മുടെ ജീവിത പടക് മുന്നോട്ട് പോകും. ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് നമ്മെ അടിച്ച് നമ്മുടെ ജീവിതം തകർക്കുവാൻ പലപ്പോഴും പടക് തകർന്നു പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമ്മെ കരം പിടിച്ച്
നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട എന്ന തിരുവചനം തന്ന് നമ്മെ ആശ്വസിപ്പിച്ച കർത്താവ് നാം എത്തേണ്ട തുറമുഖത്ത് നമ്മെ എത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വന്ന് നമ്മുടെ ജീവിതം ചുഴുക്കുറ്റിയിൽ കിടന്ന് തിരിയുന്നത് പോലെ ആയിത്തീർന്നാലും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അമരക്കാരനായിരിക്കുമ്പോൾ നമ്മുടെ പടക എത്തേണ്ട സ്ഥാനത്ത് ശുഭ തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കുവാനിടയായിത്തീരും. ശുശ്രൂഷയുടെ ശ്രേഷ്ഠത, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇവയെല്ലാം കർത്താവ് നമുക്ക് നൽകിയിട്ട് പോയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്ത് പ്രശ്നം വന്നാലും കർത്താവ് അരുളി ചെയ്ത വചന യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1-2 വാക്യം നമ്മൾ ഹൃദയസ്ഥമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കലങ്ങുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ ഈ വചനം ധ്യാനിച്ചാൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ തീരുകയില്ല. ഈ വചനം ദൈവം നമുക്ക് നൽകിയിട്ട് കടന്നുപോയ കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങാതെ ഭാരപ്പെടാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. കർത്താവ് നമ്മോട് കൂടെയുള്ള ദൈവമാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.